ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 167 എപ്പിസോഡ്. നമ്മൾ മരിയ സ്തുതി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയുടെ ബൈബിളിൽ ഏതെല്ലാം വചനങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അത് തിരുവചനത്തിൽ ആറാടി നിൽക്കുന്ന പ്രാർത്ഥനയാണ് എന്നെല്ലാം ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ പ്രാർത്ഥന നമുക്ക് ഉപസംഹരിക്കാം. ഇപ്പം നമ്മൾ ഈ കൊന്ത ചൊല്ലുമ്പോൾ, തിരുവചന ജപമാലയാണെങ്കിലും സാധാരണ കൊന്തയാണെങ്കിലും ചൊല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന സമയത്ത് കൊന്ത ചൊല്ലാറുണ്ട്. അങ്ങനെ ആരാധന സമയത്ത് കൊന്ത ചൊല്ലുന്നത് ശരിയോ? ഞങ്ങൾ മൈനർ സെമിനാരി പഠിക്കുമ്പോൾ, ഞാൻ 89 ജൂൺ മാസത്തിലാണ് ഞാൻ മൈനർ സെമിനാരി 1989 ജൂൺ മാസത്തിലാണ് ഞാൻ സെമിനാരി ചേരുന്നത്. ആ കാലത്ത് ഞങ്ങളുടെ ആധ്യാത്മിക പിതാവായിരുന്ന തോപ്പിൽ അന്തോണിച്ചെന്ന പറയുക, മാളിക്കൽ ആൻ്റണി മാളിയേക്കൽ എന്നാണ് ഞങ്ങൾ തോപ്പിൽ അന്തോണി എന്ന് പറയുക. ഒരുപക്ഷെ അദ്ദേഹം വിശുദ്ധനാണ് എന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷെ ഭാവിയിൽ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടും. പക്ഷെ വിശുദ്ധനായി ജീവിച്ച മനുഷ്യനാണ്. അപ്പം അദ്ദേഹം 3 കൊല്ലം വൈസ് റെക്ടറും 30 കൊല്ലം റെക്ടർ ആയിരുന്നായിട്ട് ഞാൻ ചെല്ലുന്ന കൊല്ലം അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആധ്യാത്മിക പിതാവായിട്ട് അതേ സെമിനാരിൽ തന്നെ. അപ്പം അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ഈ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ച് കൊന്ത ചൊല്ലുന്നത് ശരിയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളെ പ്രാർത്ഥന ഒന്നുകൂടി ചൊല്ലൂ, രണ്ടാമത്തെ ഭാഗം ചൊല്ലൂ. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. തമ്പുരാനോട്, ആ തമ്പുരാനാണ് ഈ ആർലിക്കിൽ ഇരിക്കണേ. അച്ഛൻ പറഞ്ഞതാണ്. അച്ഛൻ ഞങ്ങളോട് തന്നെ ചൊല്ലിക്കുക, ഞങ്ങൾ കൊച്ചങ്ങളാണല്ലോ, 15 വയസ്സ്. അപ്പോൾ നമുക്ക് അപ്പോൾ പുള്ളി നമ്മളോട് തന്നെ ചൊല്ലാൻ പറയാണ്. ആ പ്രാർത്ഥന ചൊല്ലൂ. രണ്ടാമത്തെ ഭാഗം, പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. ആ തമ്പുരാനാണ് ഈ അരളിക്കൽ എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ ദിവ്യകാരണം എഴുന്നള്ളിച്ചിട്ട് കൊന്ത ചൊല്ലിക്കോടെ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയായിരുന്നു. പൗരസ്ത്യ സഭകളിൽ തൃപ്പാധയം, അതായത് രോഗികൾക്ക് വേണ്ടി മാത്രമാണ് ദിവ്യകാരണം സൂക്ഷിച്ചിരുന്നത്. നമ്മൾ തക്സയിലൊക്കെ കാണാം, കുർബാന വാഴ്ത്തിയത് കൂടുതലുണ്ടെങ്കിൽ അത് അച്ഛന്മാർ കൺസ്യൂം ചെയ്യണം, ഒന്നും മിച്ചം വയ്ക്കാൻ പാടില്ല. അത് പുറപ്പാടിൻ്റെ കാലം തൊട്ടുള്ള രീതി അതാണ്. അതായത് ചിലപ്പോഴൊക്കെ മറിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ അവർക്ക് വല്ലപ്പോഴാണ് ഒരു കുർബാന കിട്ടുക. ആരെങ്കിലും അച്ഛന്മാരെ കള്ളബീസയിൽ ചെന്നാലാണ് അവർക്ക് കുർബാന കിട്ടുക. അപ്പോൾ വലിയ കുസ്തോതിയിലാണ് നമ്മൾ വാഴ്ത്തി വെച്ച് പോരുക. എന്നിട്ട് ചില വീടുകളിൽ അത് സൂക്ഷിക്കും. എന്നിട്ട് അവർ അവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ചില ശുശ്രൂഷ നടത്തിയിട്ട് കുർബാന വിതരണം ചെയ്യാനായിട്ട്. അത് ചില സാഹചര്യങ്ങളിൽ എക്സംഷനാണ്. നോർമൽ കേസിൽ, സാധാരണഗതിയിൽ ഒരു കുർബാനയിൽ വാഴ്ത്തുന്ന ആ തിരുവോസ്തി അതിൽ തന്നെ ഭക്ഷിക്കണം. രോഗികൾക്ക് വേണ്ടി സൂക്ഷിക്കാം, അതാണ് തിരുപ്പാധ എന്ന് പറയണേ. അതല്ല ദിവ്യകാരണം സൂക്ഷിക്കുന്നെങ്കിൽ അവിടെ ആരാധിക്കാൻ എപ്പോഴും ആള് വേണം. അങ്ങനെയാണ് പൗരസ്ത്യ രീതി എന്ന് ഞാൻ മനസ്സിലാക്കണേ. കുർബാന പള്ളിയിൽ സക്രാരിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ ആരാധിക്കാൻ ആള് വേണം. അതാണ് അതിൻ്റെ രീതി. ഇനി ഇങ്ങനെയൊക്കെ ദിവ്യകാരനെ എഴുന്നള്ളിച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങിയത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഈ പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോവുകയും ഇതിൽ യഥാർത്ഥ സാന്നിധ്യം ഇല്ല, കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഇല്ല, ആ ശുശ്രൂഷയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ, പിന്നെ കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്, അപ്പത്തിൽ കർത്താവ് ഇല്ല എന്നെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ല, ഒരിക്കൽ വന്ന കർത്താവ് അതിന് എഡിബിലിറ്റുള്ള കാലത്തോളം അതിനകത്ത് ഉണ്ട് എന്നും അത് യഥാർത്ഥ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നും ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ദിവ്യകാരനെ ആരാധന തുടങ്ങിയത്. അല്ലെങ്കിൽ അതിനു മുമ്പ് ദിവ്യകാരനും എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഒരു സഭയിൽ ഉണ്ടായിരുന്നില്ല. പൗരസ്ത്യ സഭകളിൽ വേറൊരു രീതി ഉണ്ടായിരുന്നു. മധുബഹയുടെ മുമ്പിൽ ആ ദേവാലയവിരിയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു വിളക്കുണ്ട്, മുകളിൽ തൂക്കിയിരുന്ന വിളക്ക്. അപ്പോൾ ദേവാലയവിരി മാറ്റി ആ വിളക്ക് താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ പ്രകാശത്തിന് മുമ്പിലിരുന്ന് ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു പൗരസ്ത്യ സഭകളിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കണേ. സത്തന സെമിനാരിയിൽ, മധ്യപ്രദേശ് സത്തന സെമിനാരിയിൽ അവിടുത്തെ AD മറ്റം പിതാവ് പൗരസ്ത്യ രീതിയിലുള്ളൊരു പള്ളിയാണ് അവിടെ പണിതിരിക്കുന്നത്. അവിടെ ഈ തരത്തിലാണ് അവർ ചെയ്യുന്നത്. ഈ ബേമ പോലും ഹൈക്കലയുടെ മധ്യത്തിലാണ് സെമിനാരിൻ്റെ പള്ളി. അതൊരു ആദർശപൂർണമായ പള്ളിയായിട്ടാണ് പണിതിരിക്കുന്നത്. വളരെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയ നല്ല അന്തരീക്ഷമുള്ള ഒരു പള്ളിയാണത്. ഞാനവിടെ 3 വർഷം പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് തുടക്കം മുതലുണ്ടായിരുന്ന ഒരു രീതിയല്ല, പിന്നീട് വന്നതാണ്. അതൊന്നും തെറ്റൊന്നുമില്ല, വളരെ നല്ല സംഗതികളാണ്. ഈ
എന്താണ് ആരാധന എന്നുള്ള കാര്യം ഞാൻ രണ്ട് സംഗതി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പലരും ചോദിക്കുന്നത് കൊണ്ട്. അതിൻ്റെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രണ്ട് അർത്ഥങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ജപമാലയിൽ നമ്മൾ എന്താ പറയുന്നത്? തമ്പുരാനോട്. അപ്പൊ ഫോക്കസ് മുഴുവൻ തമ്പുരാനാണ്, ഫോക്കസ് മുഴുവൻ. പിന്നെ തിരുവചനങ്ങൾ കൊണ്ടാണ് ഈ പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇത്രയും കുറേ ദിവസങ്ങളെ ധ്യാനിക്കുന്നു, ഏതെല്ലാം തിരുവചനങ്ങൾ കോർത്തിണക്കിയാണ് ഈ പ്രാർത്ഥന. അപ്പൊ തിരുവചനങ്ങൾ ഉപയോഗിച്ച് തമ്പുരാനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. തിരുവചനവും തിരുവചനത്തിന് ഉടമസ്ഥനായ തമ്പുരാനുമാണ് ഈ പ്രാർത്ഥനയുടെ ഫോക്കസ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഈ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ച് കൊന്ത ചൊല്ലുന്നതിൽ തെറ്റില്ലെന്ന് മാത്രമല്ല, അത് എൻകറേജ് ചെയ്യേണ്ടതാണ്. തമ്പുരാന് പാടി സ്തുതിക്കുന്ന കീർത്തനങ്ങളും മറ്റും ധാരാളം വേണം. പക്ഷെ ആത്യന്തികമായി ദിവ്യകാരന്റെ ആരാധന ഒരു സ്നേഹബന്ധമാണ്. അന്ത്യത്താഴത്തിൽ പ്രിയ ശിഷ്യൻ യേശുവിന്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന് അവനോട് സംസാരിച്ചതുപോലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ കൊന്ത മാത്രമൊന്നുമല്ല, ഈ വാചിക പ്രാർത്ഥന മാത്രമല്ല, ഈ ഭാര്യയും ഭർത്താവും ബെഡ്റൂമിലായിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് യോഹന്നാൻ കർത്താവിന് നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അവന്റെ ഹൃദയത്തിലേക്ക് ചാരിക്കിടന്ന് സംസാരിച്ച ആ ഒരു ബന്ധമാണ്. അവിടെ സംസാരിക്കുന്നത് വളരെ പ്രൈവറ്റായ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആരാധനയിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. കൊന്ത ചൊല്ലിയാൽ മാത്രം പോരാ. എങ്കിലും കൊന്ത ചൊല്ലുന്നതിനകത്തും ഒരു പോയിന്റ് ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തമ്പുരാനോട് അപേക്ഷിക്കുക. തമ്പുരാനോട് അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു പോയിന്റ്, രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, സ്വർഗത്തെക്കുറിച്ചുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് ബൈബിളിൽ. കോടതിയായിട്ടുണ്ട്, ദിവ്യകുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നായിട്ടുണ്ട്, പല ചിത്രങ്ങളുണ്ട്. ഒന്ന് സ്വർഗീയ കോടതിയാണ്. അത് നമ്മൾ കാണുന്നത് ജോബിൻ്റെ പുസ്തകത്തിലാണ്. അത് നമുക്കൊക്കെ ബാധകമായ സംഗതിയായിട്ട് ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ എന്നെ തന്നെ അതിലൊരു കക്ഷിയായിട്ട് നിർത്തുകയാണ്. കോടതി മുറിയിൽ നമുക്കറിയാലോ, ജഡ്ജിയുണ്ട്, വക്കീലന്മാരുണ്ട്, പ്രതിയുണ്ട്, വാദിയുണ്ട്, പിന്നെ ശ്രോതാക്കൾ. ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. കാരണം അത് ഞാൻ പാപിയാണ്. എന്നെ കുറ്റം വിധിക്കുന്നത് എപ്പോഴും പഴി പറയുന്ന ആളാരാണ്? സാത്താനാണ്. സാത്താൻ ഈ ദൈവമാണ് ജഡ്ജിയോട് പറയാണ്, ഈ മാണിപ്പറമ്പിൽ ജോസ് എന്ന് പറഞ്ഞ ആള് പാപിയാണ്. പാപി എന്ന് പറഞ്ഞ എന്താർത്ഥം? പാപം ചെയ്തവൻ. പാപം ചെയ്തെന്ന് പറഞ്ഞ എന്താർത്ഥം? ദൈവത്തെ കേൾക്കാതെ സാത്താനെ കേൾക്കുന്നു, അതാണല്ലോ പാപം. അപ്പൊ ഈ സാത്താൻ ദൈവത്തോട് പറയാണ്, ഇയാൾ പാപിയാണ്. പാപി എന്ന് പറഞ്ഞാൽ അയാൾ എന്നെയാണ് അനുസരിക്കണേ, തന്നെയല്ല, ദൈവത്തെ അല്ല. അതുകൊണ്ട് എന്നെ അനുസരിക്കുന്ന ആളെ എൻ്റെ ലോകത്തേക്ക്, നരകമാണ് എൻ്റെ ലോകം, എൻ്റെ ലോകത്തേക്ക് വിടണം. ഇതാണ് സാത്താൻ ദൈവത്തോട് പറയുന്നത്. ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുക, പാപം ചെയ്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഈ അറ്റോർണി ജനറൽ കുറ്റപ്പെടുത്തുന്ന പ്രോസിക്യൂട്ടറാണ് സാത്താൻ. അപ്പോൾ ഞാൻ ജഡ്ജിയുടെ മുമ്പിൽ, ദൈവമായ ന്യായാധിപന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വക്കീൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരാണ് ആദ്യത്തെ വക്കീൽ? ആദ്യത്തെ പാറക്ലേത്ത. യോഹന്നാന്റെ ലേഖനത്തിലല്ല പറഞ്ഞത്? ഒന്നാമത്തെ വക്കീൽ യേശു ക്രിസ്തു. രണ്ടാമത്തെ വക്കീലാണ് പരിശുദ്ധാത്മാവ്. വക്കീലെന്ന് പാറക്ലേത്തെന്ന വാക്കിന് വക്കീലെന്നോ മധ്യസ്ഥെന്നോ അർത്ഥം വരാം, സഹായകനെന്ന് അർത്ഥം വരാം, ആശ്വാസദായകനെന്ന് അർത്ഥം വരാം. പക്ഷേ ഫസ്റ്റ് അർത്ഥം വക്കീലെന്നാണ്. എൻ്റെ ആദ്യത്തെ വക്കീൽ കർത്താവ് ഈശോ മിശിഹായാണ്. കർത്താവ് ഈശോ മിശിഹ എഴുന്നേറ്റ് പറയാണ്, ജോസ് പാപിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാപത്തിന് ശിക്ഷ മരണമാണ്. അപ്പൊ ജോസ് മരണശിക്ഷ അർഹിക്കുന്നു. പക്ഷേ അയാളെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ അവന് വേണ്ടി മരിച്ചു. അവന്റെ മരണം ഞാൻ ഏറ്റെടുത്തു. അവൻ മരണശിക്ഷ അർഹിക്കുന്നു. ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്ത് മരിച്ചു. തെളിവാണ് ഈ പഞ്ചക്ഷതങ്ങൾ. ഞാൻ അവന് വേണ്ടി മരിച്ചതിന്റെ തെളിവാണിത്. ഇത് ദൈവപിതാവിനെ കാണിക്കുകയാണ്. അതുകൊണ്ട് അവൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനാൽ അവന് വെറുതെ വിടുക. അപ്പൊ എൻ്റെ രണ്ടാമത്തെ വക്കീല് പരിശുദ്ധാത്മാവ് പാറക്ലേത്ത എഴുന്നേറ്റ് നിന്ന് ഒന്നാമത്തെ വക്കീൽ പറഞ്ഞതിനെ ശരിവെക്കുന്നു. രണ്ട് വക്കീലന്മാര്. ഞാൻ വക്കീൽ ഫീസ് കൊടുക്കണം, അതാണ് വിശ്വാസം. അവരിൽ വിശ്വാസം അർപ്പിക്കണം. ഈ കോടതി മുറിയാണ് നമ്മളിപ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കുന്നെങ്കിൽ നമ്മൾ ഇതാണ് അവിടെ ചെയ്യുന്നത്. ദൈവപിതാവിന് മുമ്പിൽ പുത്രൻ നമ്പരൻ നിൽക്കുകയാണ് നമ്മുടെ വക്കീല്. ഈ അറ്റോർണി ജനറൽ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ വക്കീലിലേക്ക് നോക്കുകയാണ്. വക്കീൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ വാദിക്കുകയാണ്. കൂട്ടത്തിൽ പരിശുദ്ധാത്മാവും. അപ്പോൾ ഈ കോടതി മുറിയാണ് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, അനേകം കാര്യങ്ങളുണ്ട്, ഞാൻ ചിലത് മാത്രം പറയാമെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പഴയ നിയമത്തിൽ ഉടമ്പടികൾ ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പടികളെ കുറിച്ച് തന്നെ ഞാൻ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉടമ്പടികൾ ഒന്നിനെ പുറകെ ഒന്നായി ലംഘിക്കപ്പെട്ടു. അവസാനം ജെരമ്യ പ്രവാചകൻ പറയാണ് പുതിയ ഉടമ്പടി വരണം. എന്താണ് പുതിയ ഉടമ്പടി? ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ഉടമ്പടി. ആരുടെ ഹൃദയത്തിൽ? ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ മനുഷ്യന്റെ ഹൃദയത്തിൽ. അതാരാണ്? യേശു ക്രിസ്തു.
അപ്പോൾ ദൈവത്തിന് ചേർന്ന ഉടമ്പടി എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ അലംഘനീയമായ മാനുഷിക അനുസരണമാണ്. അത് കൊടുത്തത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നമ്മളെ തന്നെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആ കുർബാന കഴിഞ്ഞിട്ട് ആരാധനയിൽ നമ്മൾ ഇരിക്കുകയാണ്. യേശുക്രിസ്തു നമ്മളെ അവന്റെ ആ അനുസരണത്തിൽ എടുത്തു വെച്ചത് ആസ്വദിക്കാൻ വേണ്ടി. അപ്പൊ കുർബാനയിൽ കർത്താവ് എടുത്തു വെച്ച് കർത്താവ് നമ്മൾ ഒന്നായി. പക്ഷെ അതങ്ങനെ ആ ഒരു നിമിഷത്തിൽ തീരേണ്ടതാണോ? അല്ല, അത് സ്നേഹത്തിന്റെ അത്രയും വലിയൊരു അനുഭവമാണ്. അതിനാൽ ആ അനുഭവം നീട്ടിക്കൊണ്ടു പോകുകയാണ്. അവന്റെ അനുസരണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അവൻ എടുത്തു വെച്ചിട്ട് അവന്റെ സ്നേഹം നമ്മൾ ആസ്വദിച്ചു കൊണ്ട് പോകുന്ന ആ നിമിഷത്തെയാണ് ശരിക്കും പറഞ്ഞ ആരാധന എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തമ്പുരാനോട് അപേക്ഷിക്കുക. സ്വർഗവും ഭൂമിയും കൂടി ചേർന്ന് പറഞ്ഞതാണ് മറിയത്തോട് ചേർന്ന് തമ്പുരാനോട് നമ്മൾ അപേക്ഷിക്കുന്നതാണ് ഈ ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ തമ്പുരാനോട് നമ്മൾ പറയണു ഇല്ലേ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവപിതാവിനോട് പറയണു. അതാണ് അവൻ ഏക മധ്യസ്ഥനാന്ന് കരുതിയിട്ട് പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥമോ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയോ വിശുദ്ധരുടെ പ്രാർത്ഥനകളോ വേണ്ടെന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ആളുടെ മധ്യസ്ഥം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്രഷ്ടാവുള്ളൂ അല്ലേ? ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷെ 3 ആളുകളില്ലേ? ഒരു മധ്യസ്ഥനേ ഉള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ട്, 2 ആളുണ്ട്. പിന്നെ വിശുദ്ധരുടെ പ്രാർത്ഥനകളും മറിയത്തിന്റെ പ്രാർത്ഥന വേണമെന്ന് ബൈബിൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഏക മധ്യസ്ഥ അങ്ങനെ കുറെ കൂടി വലുതാക്കുകയല്ലേ. അവൻ ഈ പിണറായി വിജയനെ പോലെ ഏകഛത്രാധിപതിയൊന്നും അല്ലല്ലോ ദൈവം. എല്ലാവരെയും ഉൾച്ചേർത്തി കൊണ്ടുപോകുന്നവനല്ലേ. അപ്പോൾ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ, ദൈവവചനം ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച കൊന്ത ചൊല്ലാം. പക്ഷെ അതിൽ മാത്രം അവസാനിച്ച് പോകരുത്. ഫോക്കസ് ദൈവം ആയിരിക്കണം മാത്രമല്ല, നമുക്ക് തനിച്ച് പ്രാർത്ഥിക്കാനും. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ കർത്താവിന്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അവനോട് സംസാരിച്ചതുപോലെ സംസാരിക്കാനേ കഴിയണം. പക്ഷെ അതേസമയം അവിടെ 12 പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമൂഹ പ്രാർത്ഥനയാണ്, പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനയുമുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് വാസ്തവത്തിൽ മനോഹരമായ ആരാധനയാകുക. അത് സ്നേഹത്തിന്റെ കലയാണ്. സ്നേഹത്തിന്റെ കലയായി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.